ഹരേ കൃഷ്ണ. ഇന്ന് ഉത്ഥാന ഏകാദശി. കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശിയാണ് ഉത്ഥാന ഏകാദശി. ഈ ഏകാദശി ഹരിബോധിനി ഏകാദശി എന്നും പ്രബോധിനി ഏകാദശി എന്നും ദേവോത്ഥാനി ഏകാദശി എന്നും അറിയപ്പെടുന്നു. ചാതുർമാസ്യ സമയത്ത് ക്ഷീരസാഗരത്തിൽ യോഗനിദ്രയിലായിരിക്കുന്ന ഭഗവാൻ യോഗനിദ്രയിൽ നിന്നും ഉണരുന്ന ദിവസം കൂടിയാണ് ഇത്. സ്കന്ദപുരാണത്തിൽ ബ്രഹ്മദേവൻ നാരദ മഹർഷിക്ക് ഈ ഏകാദശിയുടെ മാഹാത്മ്യം വിവരിച്ചു നൽകിയിരിക്കുന്നു. ശ്രീഹരിയുടെ പ്രിയപ്പെട്ട ഈ ഏകാദശി ദിവസം നിഷ്ഠയോടെ വ്രതം അനുഷ്ഠിക്കുന്ന വ്യക്തിയുടെ എല്ലാത്തരം പാപങ്ങളും നീങ്ങുന്നു. പരമപുരുഷന് മുമ്പിൽ കീഴടങ്ങുന്ന ജ്ഞാനികൾക്ക് മഹത്തായ പുണ്യവും ഒടുവിൽ മോക്ഷവും ലഭിക്കുന്നു. ഗംഗാ സ്നാനം ചെയ്യുന്നതിലൂടെയും മറ്റ് പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുന്നതിലൂടെയും ലഭിക്കുന്ന പുണ്യത്തേക്കാൾ മഹത്തായ പുണ്യം ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ലഭിക്കുന്നു. 1000 അശ്വമേധ യാഗങ്ങളെക്കാളും 100 രാജസൂയ യജ്ഞങ്ങളെക്കാളും പാപങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിൽ ഈ ഏകാദശി ശക്തമാണ്. ത്രിലോകങ്ങളിലും വെച്ച് അപൂർവമായി മാത്രം നേടിയെടുക്കുവാൻ സാധിക്കുന്നതെല്ലാം ഹരിബോധിനി ഏകാദശി നിഷ്ഠയോടെ ആചരിക്കുന്നതിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കും. സുമേരു പർവ്വതത്തിൻ്റെ വ്യാപ്തിക്ക് തുല്യമായി പാപകർമ്മങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ പോലും ഹരിബോധിനി ഏകാദശി ദിവസം ഉപവസിക്കുകയും രാത്രി മുഴുവൻ ഉണർന്നിരിക്കുകയും ചെയ്യുന്നതിലൂടെ എപ്രകാരമാണോ പഞ്ഞി കൊണ്ടുള്ള പർവ്വതം ചെറിയ അഗ്നിയാൽ ഇല്ലാതാകുന്നത്, അപ്രകാരം എല്ലാ പാപങ്ങളും എരിഞ്ഞ് ചാമ്പലായി തീരും. ഈ ദിവസം രാത്രി മുഴുവൻ ഉപവസിച്ച് ഉണർന്നിരിക്കുന്ന വ്യക്തി പരിധിയില്ലാത്ത പുണ്യം നേടുകയും മരണശേഷം ഭഗവാൻ വിഷ്ണുവിൻ്റെ പരമധാമത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. അവർ മാത്രമല്ല, അവരുടെ ആയിരക്കണക്കിന് പൂർവികർ, ബന്ധുക്കൾ, പിൻഗാമികൾ എന്നിവരും ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേരുന്നു. ഒരാളുടെ പൂർവികൻ നിരവധി പാപങ്ങളിൽ ഉൾപ്പെട്ട് നരകീയ യാതനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അവർക്ക് പോലും ആത്മീയ ശരീരം ലഭിക്കുകയും ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഈ ഏകാദശിയുടെ പാരണ സമയം നാളെ രാവിലെ 6:15-നും 10:11-നും ഇടയിൽ. എല്ലാവർക്കും ഏകാദശി ആശംസകൾ. ഹരേ കൃഷ്ണ.